ഹലോ 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 ഞാനൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് അത് സ്കൂൾ റിലേറ്റഡ് ആണ്. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ സ്കൂൾ തുറക്കാനായിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്. ഓഫ്ലൈൻ ഇതുവരെ അവര് പറഞ്ഞില്ല. ഓൺലൈനിലാണ് പറഞ്ഞിട്ടത്. വരും ദിവസങ്ങൾ മാറും അറിയില്ല. എന്നാലും കറന്റ് ഓൺലൈൻ ക്ലാസ് ആണ്. ഇവരങ്ങനെ നെക്സ്റ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തെന്നാണ് നമുക്ക് അൺബോക്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അടക്കം പറഞ്ഞു തരാം കേട്ടാ. എങ്ങനെയാണ് ഇടിയുള്ളത്, ഗൾഫിലെ പൊതുവെ സാധനങ്ങൾ റേറ്റ് കുറവാണോ കൂടുതലാണോ എന്നെല്ലാം എന്തായാലും നിങ്ങൾ പറയാട്ടാ. നാട്ടിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണം. നാട്ടിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ ഞാൻ ബില്ലടക്കം റേറ്റ് ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കാം. നാട്ടിലതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആരും കൺവേർട്ട് നാട്ടിൽ നിന്ന് കാണുന്നവരങ്ങനെ കൺവേർട്ട് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പൊതുവെ കൺവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ടൈലർ ജീവിക്കുന്നത് എല്ലാം ഇവിടുത്തെ റേറ്റ് ഉണ്ട് വരുന്നത്. അന്നേരം ഏകദേശം ഞാൻ ഇവിടെ ഞാൻ കറക്റ്റ് റേറ്റ് ഞാൻ ഇത് നോക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഓരോ സാധനം എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ഫസ്റ്റ് എടുത്ത വലുത് തന്നെ എടുക്കാം. ഇതൊരു ബോക്സ്. സ്കൂളില് കളറ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, വെറുതെ അതുകൊണ്ട് എക്സാമിലൊന്നും കളറ് കൊടുക്കാനുണ്ടാവില്ല. ചിലപ്പോ ടെക്സ്റ്റ് ബുക്കിലെല്ലാം പോയിന്റ് എല്ലാം ഇടാൻ പറയും. ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ഇതിലിപ്പം 48 കളേഴ്സ് കാണിക്കുന്നുണ്ട്. ഇത് ട്വിൻ മാർക്കറാണ്. ഇതില് ഒന്നില് നോക്കട്ടെ, ഞാനും തുറന്നു നോക്കിയില്ല. ഗ്രീൻ ഇവിടെയാണെങ്കിൽ ഇവിടെ സെയിം കളറാ അല്ല, ഇതിപ്പം പേർപ്പിൾ വരുന്നത് അല്ല, സെയിം തന്നെ. പക്ഷെ ഇതിന്റെ ഇത് കണ്ടാ മോനെ പോലെ ഇത് മാർക്കർ ടൈപ്പ്. ഇത് പെന്നിന്റെ ടൈപ്പ്. ഇത് യൂസ്ഫുൾ ആണ്. ചാർട്ട് വരക്കാനോ അസൈൻമെന്റിനെല്ലാം ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഏകദേശം ഒറ്റൊന്നാണ് മേടിച്ചത്. ഇത്ര വലുതായോണ്ട് ഒറ്റന്ന് മേടിച്ചു. ഇനി എത്ര പൈസ? അതിന് ആ പൈസ ഞാൻ ലാസ്റ്റ് മുകളിൽ കൊടുക്കാം. റേറ്റ് ഞാൻ ഏകദേശം മുകളിൽ സ്ഥലത്തായിട്ട് കൊടുക്കാം കേട്ടാ. ഇത്രയും വരുന്നുണ്ട്. 48 കളേഴ്സാ വരുന്നത്. ട്വിൻ മാർക്കർ, ഡബിൾ ഹെഡഡ് മാർക്കർ എന്നാണ് ഇതിന്റെ പേര് കേട്ടാ. ഓക്കെ, ഒന്നാമത്തെ ഇത്. നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ. തൽക്കാലം വലിയ ആവശ്യമൊന്നുമില്ല, സ്കൂള് ഓൺലൈൻ ആയതുകൊണ്ട്. ഇതിപ്പോ രണ്ടെണ്ണുണ്ട്, ഇതുപോലത്തെ രണ്ട് എന്റെ അവിടെ ഉണ്ട്. ഇങ്ങനെ വരും. ആദ്യത്തേതും അനുവിന്റേതും സെയിം തന്നെ കേട്ടോ. കീ ചെയിൻ, ഇങ്ങനെ ഒരു കീ ചെയിൻ വരുന്നത്. ഇത് ഇതിന് രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ഇങ്ങനെ ഇങ്ങനെ വരും. ഇതിന്റെ അകത്ത് ഇങ്ങനെ ചെറിയൊരു പൗച്ച് കണക്ക് വരുന്നുണ്ട്. പിന്നെ നല്ല ഡ്രസ്സും സ്പോഞ്ച് മാറ്റി അതെങ്ങനെ വരുന്നത്. ഇത് പാണ്ടയാണ് കേട്ടോ. പാണ്ടാന്ന് എഴുതിയിട്ടുണ്ട്. കാണുമ്പോ നല്ല പൊന്തിച്ച് പോമായിരുന്നു. മൂന്നാമത്തത് ഇതിലിപ്പം 5 പീസ് പറയുന്നുണ്ട്. ഇതുപോലത്തെ തന്നെ 5 പീസ് ഉണ്ടാവും കേട്ടോ. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് ഫ്ലവർ ടൈപ്പ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അനുവാദി. ഇത് കാണുമ്പോ എന്നോട് പറഞ്ഞത് ചെറിയ കുട്ടികളത് നമുക്ക് പെന്നേ വേണ്ട. പക്ഷെ ഡ്രോയിങ്ങിനൊക്കെ സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു ഓൾറെഡി ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നോക്ക്, ഇതൊരു സെറ്റിനാണ് കേട്ടോ. അതാ ഇത് കണ്ണുക. ഇങ്ങനെ ഞാൻ ഇങ്ങനെയാ നോക്കുന്നത്.
രസമുണ്ട് ട്ടോ. ഓക്കെ 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 കണ്ടിട്ട് മതിയാവുന്നില്ല. നല്ല രസം. പീസ് ഉണ്ട് കേട്ടാ. എലിഫന്റ് ഉണ്ട്. എലിഫന്റ് റാബിറ്റാ. അത് നേരത്തെ കാണിച്ചു കൊടുത്തിന്. റാബിറ്റ് ഇവിടെ ഒരു വീല് 15 പീസ് 15 എണ്ണേ 15 റേറ്റ് ഉണ്ട് മുകളിൽ. ഷാർപ്നർ കട്ടർ ഇപ്പൊ നാലാമത്തെ രണ്ട് റൂളർ ഇത് റെഡ്, ഇത് പർപ്പിൾ. ഫ്ലെക്സിബിൾ ആയിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ റൂളർന്ന് ഇത് കാണിക്കുന്നത്. ഞാൻ കാണിക്കട്ടെ. അന്നേരം ഇത് ഫ്ലെക്സിബിൾ എന്ന് പറയാനാവുക കുറച്ചെണ്ണായിരിക്കും. എന്നാലും വീണ്ടും പൊട്ടാണ്ട് നിക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണം, ഒന്ന് മെറൂണും ഒന്ന് പർപ്പിളും, രണ്ട് കളറുള്ളത് സെറ്റ് പെൻസിൽ. നമ്മൾ ഈ അപ്സര, നടരാജ് അത് കിട്ടി. ടാഗ് എന്ന് പറഞ്ഞൊരു കമ്പനിന്റെ അറിയില്ല കേട്ടോ എങ്ങനെയാണ് ഏതാണെന്നല്ലോ. ഇതെത്ര പെൻസില്? ഇതില് 48 പീസ് ഉണ്ട്. 48 എണ്ണം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹൈലൈറ്റർ, ന്യൂ പേസ്റ്റൽ കളറിലെ ഹൈലൈറ്റർ ആണ് ഇത്. ഇപ്പൊ ഏകദേശം അറിയുമായിരിക്കും കുട്ടികൾക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, വരക്കാൻ വേണ്ടിട്ട് സാധനമാണ് ഇത്. ഞാൻ ഒന്ന് മേടിച്ചാൽ എന്ന് പറഞ്ഞു, പക്ഷെ രണ്ടാക്കും ഈ പിങ്ക് വേണം. അതുകൊണ്ട് രണ്ടാക്കും പിങ്ക് വേണം എന്നുള്ളത് കൊണ്ട് രണ്ടെണ്ണം മേടിക്കേണ്ടി വന്നു. ഒരെണ്ണം വന്ന് രണ്ടെണ്ണം മേടിച്ചു. ബാക്കിയെല്ലാം ഞാൻ ഒരൊറ്റന്നെ മേടിച്ചു കേട്ടോ. കാരണം അതിൽ സാധനം ഉണ്ടല്ലോ. പിന്നീട് പെന്നല്ല, അത് പെർമനന്റ് മാർക്കർ. എന്തിനു വെച്ച് കഴിഞ്ഞാല് ഇവര് പിന്നെ ബൈൻഡ് ചെയ്തതിലെല്ലാം പേരെഴുതി വെക്കാൻ വേണ്ടി ഒരു പെർമനന്റ് മാർക്കർ മേടിച്ചു. പെന്ന്, വൈറ്റ്നർ. പെന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ തെറ്റുണ്ട് മായ്ക്കാറുള്ളത്. അതൊക്കെ അറിയില്ലേ, എല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് അറിയട്ടാ. വൈറ്റ്നർ, 2 വൈറ്റ്നർ എടുത്തിട്ടുണ്ട്. വൈറ്റ്നർ ഇപ്പൊ പെന്നിൽ എഴുതാൻ തുടങ്ങിയ പിന്നെ 5ാം ക്ലാസ് തൊട്ടിട്ട് പെന്ന് പോലെ പ്രാധാന്യമുള്ളതാണ് അനുനി അധികം വൈറ്റ്നർ. ഞാനെല്ലാം വലുതാവുമ്പോഴാണ് വൈറ്റ്നറെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സാധാരണ ഒരു വര വരച്ചിട്ട് എഴുതുന്നാലേ, പക്ഷെ ഇവര് വൈറ്റ്നർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, ലാസ്റ്റ് കഴിഞ്ഞിട്ടോ. ഇത് മോൺടാഗിന്റെ പെന്നാണ്. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ട പെന്നാണ് കേട്ടാ. ഇവരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെന്നാണ്. നല്ല മോൺടാഗിന്റെ നല്ല പെന്നാണ്. ബ്ലാക്ക് ഇങ്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഇങ്ക് ആണ് ഇവരെടുക്കല്. പെന്ന് അവർക്ക് ഇഷ്ടമാണ്. മോൺടാഗിന്റെ കമ്പനി തന്നെ അധികം. മോൺടാഗ് കമ്പനി ബ്ലാക്ക് ആണ് അധികം എടുത്തത്. അങ്ങനെ ഇതൊരു പാക്കറ്റ് പെന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ടാ വാങ്ങിച്ചത്. ഇത് 2 എണ്ണം ഉണ്ട്. അങ്ങനെ കേട്ടാ. ഇതായിരുന്നു നമ്മളെ മിനി ഷോപ്പിംഗ്. ബാഗ് സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല, കാരണം സ്കൂളിൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ബാഗിന്റെ ഒരു ആവശ്യം ഇപ്പം കറന്റ് ഇല്ല. അപ്പൊ സ്കൂൾ തുറക്കുന്നത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതെല്ലാം ബുക്കും അതെല്ലാം ഓൾറെഡി വാങ്ങിച്ചു കേട്ടാ. ബുക്കെല്ലാം വാങ്ങിച്ചു. സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ബൈൻഡിങ് പേപ്പറും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ഇതെത്ര കേട്ടാ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.